എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും നിങ്ങളുടെ ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമായ 2000 രൂപ. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനമായിട്ട് 2000 രൂപ നമുക്ക് 15-ാം തീയതി വൈകിട്ട് 6 മണി മുതൽ വിതരണം ആരംഭിച്ചിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു തുക അക്കൗണ്ടിൽ എത്തി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൈകളിൽ എത്തുന്നവർക്ക് എല്ലാം കൈകളിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നും നാളെയും ഘട്ടത്തിന് പൂർണ്ണമായിട്ടും എല്ലാവരുടെയും കൈകളിലും ഈ തുക എത്തുന്നതാണ്. അതുപോലെ തന്നെ കേന്ദ്ര വിഹിതം പലർക്കും ലഭിക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. ഈ കേന്ദ്ര വിഹിതം വരുന്നത് DBT ട്രാൻസാക്ഷൻ വഴിയാണ്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. നമുക്ക് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നമുക്ക് ലഭിക്കുന്നത് പോലെയല്ല, നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ലഭിക്കുന്നത് നമ്മുടെ അക്കൗണ്ട് ത്രൂ ആണെങ്കിൽ നമുക്ക് ഈ ഒരു തുക കേന്ദ്ര വിഹിതം ലഭിക്കുന്നത് DBT ട്രാൻസാക്ഷൻ വഴിയാണ്. നമ്മുടെ ആധാറിലേക്കാണ് ഈ ഒരു തുക നിക്ഷേപിക്കുന്നത്. കേന്ദ്രം തരുന്ന ഏതൊരു പദ്ധതിയുടെ തുകയായാലും അത് ആധാറിലേക്കാണ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് ഏത് ബാങ്ക് അക്കൗണ്ട് ആണെന്നുള്ളത് പരിശോധിക്കുക. ആ ബാങ്കിൽ നിങ്ങളുടെ കേന്ദ്ര വിഹിതം വന്നിട്ടുണ്ടാവും. ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബാങ്ക് എവിടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എടുത്തിട്ടുള്ള ഒരു ബാങ്ക് ആവാം, പഴയ ബാങ്കുകളാവാം. ആ ഒരു ബാങ്കിലേക്ക് ഈ ഒരു തുക പോയിട്ടുണ്ടോ? കേന്ദ്ര വിഹിതം സ്ഥിരമായിട്ട് മുടങ്ങുന്നവരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ DBT ഏത് ബാങ്കുമായിട്ടാണ് ലിങ്ക് ആയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ആ ബാങ്കിലാണ് നിങ്ങളുടെ കേന്ദ്ര വിഹിതം വരുന്നത്. അപ്പോൾ പലരും എപ്പോഴും കമൻറ്റ് വഴി പറയാറുണ്ട് കേന്ദ്ര വിഹിതം തുക ലഭിക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെയുള്ളവർ നിങ്ങളുടെ DBT സ്റ്റാറ്റസും ചെക്ക് ചെയ്ത് നോക്കണം. ആ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങളുടെ ആ തുക വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ വീണ്ടും 2500 രൂപ വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ 1600 നിന്നും 400 രൂപ അധികമായി നൽകിക്കൊണ്ട് തന്നെയും 2000 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ 2000 രൂപയാണ് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണമായി നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇപ്പോൾ നിയമസഭാ ഇലക്ഷനാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം വീണ്ടും 2500 രൂപയായിട്ട് വർദ്ധിപ്പിക്കും എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ നിരവധി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, കാരണം ഈ ഒരു 400 രൂപ അധികമായിട്ട് നൽകാൻ തന്നെ ഇത്രയും വർഷം കാത്തിരിക്കേണ്ടി വന്നു. നമുക്ക് 1 രൂപയായാലും അത് നിസ്സാരമായിട്ടൊന്നും വർദ്ധിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇപ്പോൾ നിലവിൽ നമുക്ക് 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ 2 പേരുണ്ടെങ്കിൽ അത് 4000 രൂപയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുളികകളും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 2500 ആയിട്ടുള്ള വർധനവൊക്കെ അങ്ങനെ നിരവധി വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അധികം പ്രതീക്ഷയിൽ നിൽക്കേണ്ട. ഈ ഒരു 400 രൂപ വർദ്ധിപ്പിക്കാനായിട്ട് ഇത്രയും വർഷങ്ങൾ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള വർധനവുകൾ എങ്ങനെയൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്